എല്ലാവർക്കും നമസ്കാരം. ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൻ്റെ അധ്യക്ഷ അലങ്കരിക്കുന്ന റവറൻ മദർ സുജ ജോഷുവ, ഇന്നത്തെ മുഖ്യ അതിഥി നമ്മുടെ പ്രിയപ്പെട്ട MLA വിഷ്ണുനാഥ് സാർ, മുഖ്യ പ്രഭാഷണം നടത്തിയ ലാൽ സാർ, നമ്മുടെ പ്രിയപ്പെട്ട HM, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് തീർത്തും നല്ല ഒരു സുദിനമാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്യമുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നത്. അത്തരം വാചകം സൃഷ്ടിച്ച അത്തരം ഒരു സ്കൂളിൽ പഠിക്കുവാൻ അവസരം കിട്ടിയ നിങ്ങളുടെ മക്കൾ എന്തുകൊണ്ടും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഇവിടെ നിന്ന് ലഭിക്കുന്ന നല്ല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിറക്കൂട്ടാകുമെന്നതിൽ സംശയമേ വേണ്ട. ഈ ചെറുപുഷ്പ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒരു അനുഗ്രഹീത കുടുംബമാണ്. നീണ്ട 50 വർഷങ്ങൾ ഒരു ഹാപ്പി ഫാമിലിയായി തുടരുകയാണ്. ഒരു കുഴപ്പവുമില്ലാതെ വളരെ മനോഹരമായിട്ട് ഇത്രയും മനോഹരമായി പോകുന്ന ഒരു സ്കൂള്, അതേക്കുറിച്ച് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം തന്നെ ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. എൻ്റെ എല്ലാവിധ ആശംസകളും പുതുവത്സരാശംസകളും നേരുന്നു. എന്നെന്നും കൂടുതൽ ഉയരത്തിലേക്ക്, കൂടുതൽ മനോഹാരിതയിലേക്ക് ഈ കുടുംബം കടന്നു വരട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സന്തോഷവും ശാന്തിയും സമാധാനവും സൗഹൃദവും നിലനിൽക്കട്ടെ. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ വയ്യ. നമ്മൾ കുട്ടികൾക്ക് എന്താണ് കൊടുക്കുന്നത്? നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നന്മയും കലയും സാഹിത്യവും ഒക്കെയാണ്. ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഈ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തുന്ന നമ്മുടെ കുട്ടികളുടെ ചിറകുകൾ, നമ്മുടെ കുട്ടികളുടെ മനസ്സിന് അവിടെ ചിറകുകൾ വളർത്തുന്ന, നിറക്കൂട്ട് നൽകുന്ന ഈ പുതിയൊരു ലോകം കണ്ടെത്താൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസം നൽകുന്നത് ആരാണ്? നമ്മുടെ ഈ പ്രിയപ്പെട്ട അധ്യാപകരിലൂടെയാണ് എന്ന് കിട്ടുന്നതെന്ന് നമുക്ക് ഓർക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ അധ്യാപകരെയും മാതാപിതാക്കളെയും സ്നേഹിക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പറ്റും. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഈ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ് സ്നേഹത്തോടെ. നമ്മുടെ കുട്ടി വളർന്ന് നല്ല മക്കളായി തിരിച്ചു വരാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകും. അതിന് സംശയം വേണ്ട. അത്രയ്ക്ക് നല്ല ഒരു സ്കൂൾ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ വന്നു ചേർന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടു എന്തെല്ലാം ഓരോ ഡേയും അവർ കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ട് ഓരോ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ 2-3 ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് ഓരോ കുട്ടികളും ഓരോ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട. ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോകുന്നവരൊക്കെ നല്ല നിലയിലേക്ക് മാറും എന്നതിൽ സംശയം വേണ്ട. ഞാൻ പറഞ്ഞത് ഈ അധ്യാപകരും അതേ കണക്ക് മാതാപിതാക്കളെ നിങ്ങൾ കുട്ടികൾ അനുസരിക്കുക, അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. ഈ ദീപത്തിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം അകന്നു പോകുന്നുവോ നിങ്ങൾക്ക് അന്ധകാരമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും ചേർത്ത് നിർത്തുക, ചേർത്ത് പിടിക്കുക. നമ്മുടെ പ്രശസ്ത കവിയായ കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. കുട്ടികൾക്ക് നമ്മുടെ മുന്നിലുള്ള സത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. അവർക്ക് മിഥ്യയെ കയറിപ്പിടിക്കാനാണ് എനിക്ക് നിങ്ങൾക്കും ഒക്കെ ആഗ്രഹം. നിങ്ങൾ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, എഴുത്ത്, വായന ഇതെല്ലാം സത്യമാണ്. നിങ്ങളൊരു വെള്ള പേപ്പറിൽ എടുത്തിട്ട് അച്ഛനെന്നെഴുതി അല്ലെങ്കിൽ അമ്മയെന്നെഴുതി ഏതെങ്കിലും ഒരു അക്ഷരം എഴുതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീത്ത വാക്കായിക്കോട്ടെ ആ വെള്ള പേപ്പറിൽ എഴുതിയിട്ട് മടക്കി വെച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം എടുത്തു നോക്കൂ, അതുപോലെ തന്നെ ഇരിക്കും. അതാണ് അക്ഷരം. ചതിക്കാത്ത ഒന്ന് മാത്രമാണ്, അത് അക്ഷരമാണ്. ബന്ധങ്ങൾ ഇങ്ങനെ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഈ ബന്ധങ്ങൾ ഇങ്ങനെ ചതിച്ച് എല്ലായ്പ്പോഴും അല്ല മക്കളെ, പോയിക്കൊണ്ടിരിക്കുമ്പോഴും ചതിക്കാത്ത ഒന്ന് മാത്രമാണ്, അത് അക്ഷരമാണ്, വായനയാണ്. ഈ അക്ഷരവും അറിവും ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് ബോൾഡായിട്ട്
എവിടെയും കയറി ചെല്ലാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ഓർക്കണം. അതുകൊണ്ടാണ് കുരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞത്, അക്ഷരം കൊണ്ട് അറിവുണ്ടാക്കുക, അറിവ് കൊണ്ട് നമ്മുടെ പുതിയ അറിവുകൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, ഇല്ലാത്ത മിത്തിയെ ദൂരെ എറിയുക. ഇതാണ് ശ്രീകുമാർ പറഞ്ഞ വാക്കുകൾ. 1993 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നാറാണത്ത് ഭ്രാന്തൻ എന്നൊരു കവിതയുണ്ട്. മധുസൂദനൻ നായർ എഴുതിയ കവിതയാണ്. ഓരോ ശിശിരോദിനത്തിലും കാണു ഞാൻ 1 കോടി ഈശ്വരന്മാർ, ഓരോ ശിശിരോദിനത്തിലും കാണു ഞാൻ 1 കോടി ഈശ്വരന്മാർ, ഓരോ കരിന്തിരി കണ്ണിലും കാണു ഞാൻ 1 കോടി ദേവനൈരാശ്യം. അതായത് ഒരു കുഞ്ഞു കരഞ്ഞാൽ 1 കോടി ഈശ്വരൻ വിലപിക്കുന്നു എന്ന് കാണുവാൻ കുട്ടികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അവിടെയാണ് മനുഷ്യത്വം, അവിടെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനുഷ്യത്വം. നിങ്ങൾ സഹോദരങ്ങളായിട്ട് നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങളുടെ അച്ഛനും അമ്മമാരെയും ഒക്കെ നിങ്ങൾ ഒന്നായി കാണാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ആനുവൽ ഡേയിലേക്ക്, അതായത് ഈ 50 വർഷം തികഞ്ഞ ആനുവൽ ഡേയുമായി കടന്നു പോവുകയാണ്. ഇനി ഈ ഒരു വർഷം, അധ്യയന വർഷം അവസാനിക്കുകയാണ്. നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു, ഒത്തിരി നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു. ഇനി എക്സാം ഒക്കെ വരുന്നു. ഇന്ന് നിങ്ങളുടെ കലാപ്രകടനങ്ങളാണ്, ആ നിമിഷങ്ങളാണ്. ഇത് ഒരു സെലിബ്രേഷനാണ്, സ്നേഹത്തിന്റെയും സാഫല്യത്തിന്റെയും ഒരു ആഘോഷം. ഇത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കണം. നല്ല ഡാൻസുകളും പാട്ടുകളും ഒക്കെ പാടി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ലൊരു സന്ദേശം കൊടുക്കണം. നമ്മൾ മിടുക്കരാണ്, മിടുക്കികളാണോ എന്നുള്ള സന്ദേശം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ കൊടുക്കണം. അവർ വാട്സപ്പിൽ കേൾക്കട്ടെ, അയൽത്തുകാരും നാട്ടുകാരും ഒക്കെ കാണട്ടെ. നമ്മുടെ മക്കളുടെ കലാവിരുന്നുകൾ കണ്ട് ആസ്വദിക്കണ്ടേ? തീർച്ചയായും ആസ്വദിക്കണം. അത്തരം ഒരു സ്കൂൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകര് നല്ല കുട്ടികളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നവരാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു കുഴപ്പവും വരില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഓർക്കാനും ഓർമ്മയിൽ താലോലം പാടാനും ഒരുപിടി നല്ല ജീവിത മുഹൂർത്തങ്ങൾ ഈ സ്കൂളുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിനെ അനർവചനീയമെന്നും അതുല്യ അനുഭൂതി എന്നൊക്കെ വർണ്ണിക്കാം. വർണ്ണനയ്ക്ക് വർണ്ണങ്ങൾ ചേരാതെ വരുമ്പോൾ ജീവിതത്തിന്റെ നിറക്കൂട്ട് തേടിയുള്ള ഈ യാത്രയിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊരു നല്ല മുതൽക്കൂട്ടാകട്ടെ, ഒരു പാതയമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ വരാനും എനിക്കൊരു അവസരം തന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട സിസ്റ്റർമാര് വളരെ സ്നേഹനിധികളായ സിസ്റ്റർമാരാണ്. എപ്പോഴും പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന, നമ്മൾ ദൂരെ നിന്ന് കണ്ടാൽ മതി നമുക്കൊരു സന്തോഷം വരും. അതാണ് അതിൻ്റെ ഇത്. നമ്മൾ മുഹമ്മദ് നബി പറഞ്ഞതുപോലെ, നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങളുടെ അയലത്തുള്ളവർ ആഹാരം കഴിച്ചോന്ന് നോക്കണം, ശ്രദ്ധിച്ച് മാത്രമേ ആഹാരം കഴിക്കാവുള്ളൂ. അതുപോലെയാണ് ഇവിടുത്തെ അധ്യാപകരും സിസ്റ്ററും ഒക്കെ. നമ്മളെ ഒരു ചെറിയ ഫംഗ്ഷന് വന്നാൽ പോലും നല്ല ആഹാരങ്ങളൊക്കെ തരികയും നമ്മളെ സ്നേഹത്തോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നവരാണ് ഇവിടുത്തെ അധ്യാപകർ. ഒത്തിരി സന്തോഷം. എന്നെയും കൂടെ നിങ്ങളുടെ ഉൾപ്പെടുത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് തിളങ്ങി നിൽക്കട്ടെ. നന്ദി, നമസ്കാരം.